بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ലോങ് ബ്രേക്കിന് ശേഷം ക്ലാസ്സസ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. ഇതുവരെയുള്ള പോർഷൻസ് ഒക്കെ റിവൈസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്യാച്ചപ്പ് ചെയ്യാൻ ഉള്ളവർ ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ലെസൺ കഴിഞ്ഞാൽ ഉടനെ എക്സാം വരികയാണ്. അപ്പോൾ ലെസൺ 4 തൊട്ടിട്ട് ലെസൺ 5 ഓൺവേർഡ്സ് ആയിരിക്കും എക്സാം വരിക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ലെസണിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്, കോൺസെപ്റ്റ്സ്. അതുകൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ടെക്സ്റ്റിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. വൈറ്റ് ബോർഡ് കാണുന്നുണ്ട് എന്ന് പറയണേ. വൈറ്റ് ബോർഡ് കാണുന്നുണ്ടായിരുന്നോ? ഞാൻ ഓക്കെ. യെസ്, സ്ക്രീൻ വിത്ത് ഡോട്ട്സ് ആണ് എനിക്കും കാണുന്നത്. മറ്റേ ക്ലാസിക് വൈറ്റ് ബോർഡ് എടുക്കാൻ പറ്റുന്നില്ല. ഇറ്റ്സ് ഓക്കെ. ഞാൻ എഴുതുമ്പോൾ ഓക്കെ. ഓക്കെ, മറ്റേ വൈറ്റ് ബോർഡ് എന്താണെന്ന് അറിയില്ല. ക്ലാസിക് വൈറ്റ് ബോർഡ് എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നമുക്കിതിൽ എടുക്കാം. ഓക്കെ, ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അസ്മാ ഉൽ ഖംസ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഓക്കെ. ഞാൻ എഴുതുന്നത് കാണുന്നുണ്ടോ? ഓക്കെ, അൽഹംദുലില്ലാ. അസ്മാ ഉൽ ഖംസ. അസ്മ എന്താണ്, ഖംസ എന്താണെന്ന് അറിയോ? ഖംസ എന്താണ്, അസ്മ എന്താണ്? അപ്പൊ ആ വാക്ക് എന്തായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായത്? അസ്മാ ഉൽ ഖംസ എന്ന് പറയുമ്പോൾ എന്തായിട്ടാണ് മനസ്സിലായത്? അസ്മ എന്താണ്? ഖംസ 5 ആണ്. അപ്പൊ എന്തായിരിക്കും ഇത്? The 5 nouns, yes.
ദ 5 nouns അല്ലെങ്കിൽ പഞ്ചനാമങ്ങൾ. ആക്ച്വലി എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ ബോർഡ്. പഞ്ചനാമങ്ങൾ. എന്താണ് അസ്മാഉൽ ഖംസ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റ് ഓഫ് 5 nouns ആണ്. ഇവര് സാധാ രീതിക്ക് നൗൺസ് നമ്മൾ കാണുന്ന പോലെയല്ല, ഒരു ചെറിയ വ്യത്യാസത്തിൽ കാണും. ഈ 5 ഇനി പറയാൻ പോകുന്ന ഈ 5 ഇസ്മ, ഇതിൽ നമ്മൾ 2 ഇസ്മാണ് ഈ ലെസണിൽ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. ഓക്കെ, ഇൻഷാ അല്ലാ. ഈ 5 പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ എന്താ പറയാ, ഒരു സാധാ രീതിക്ക് ഇപ്പൊ നമ്മളൊരു മുഹമ്മദുൻ അല്ലെങ്കിൽ വലദുൻ എന്ന് പറയുന്ന ഒരു ഇസ്മ മർഫൂയിൽ എങ്ങനെയാണ്, മൻസൂബിൽ എങ്ങനെയാണ്, മജ്റൂറിൽ എങ്ങനെയാണ് കാണുക? ബൈത്തുൻ, ബൈത്തൻ, ബൈത്തിൻ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ സാധാരണ രീതിക്ക് ഒരു ഇസ്മ മർഫൂ, മൻസൂബ്, മജ്റൂറിൽ കാണുന്നത് അല്ലേ? ഇനി ഞാൻ ബൈത്തുനെ ഒരു ദമീർ ദമീറുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ, ഓക്കെ, അല്ലെങ്കിൽ ഒരു വേറൊരു ഇസ്മുമായിട്ട് മുദാഫായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബൈത്തുൻ ആവുന്നത് മർഫൂലും മൻസൂബിലും മജ്റൂറിലും? ഇതാണ് സാധാ രീതിക്ക്. ഇനി മുദാഫായിട്ട് ഞാൻ പറയുമ്പോൾ ഇതെങ്ങനെ വരും? ബൈത്തുൻ, ബൈത്തൻ, ബൈത്തി. ഈ വാക്കിന് വരുന്ന മാറ്റം എന്തായിരിക്കും? ബൈത്തുൻ ബൈത്തു ആയിരിക്കും. ഓക്കെ, ബൈത്തൻ തൻവീൻ ഇല്ലാതെ വരും ഇല്ലേ? ബൈത്ത, സോറി, അലിഫില്ല. ആൻഡ് ബൈത്തി അല്ലേ? അങ്ങനെയല്ലേ വരിക? ഇതിന്റെ കൂടെ പിന്നെ നമുക്ക് ആവശ്യമുള്ള മുദാഫിലേഹി, ഇനി ദമീർ ആണെങ്കിൽ ദമീർ, അതല്ല വേറൊരു ഇസ്മ ആണെങ്കിൽ ഇസ്മ ചേർക്കുക മജ്റൂറായിട്ട് അല്ലേ? ഇങ്ങനല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് സാധാരണ ഇസ്മ? പ്രോബ്ലം എന്താന്ന് വെച്ചാലേ, ബോൾഡ് ആക്കാന്ന് വെച്ചാൽ ഈ ബോർഡ് ഞാൻ യൂസ് ടു അല്ല. ബോർഡ് ക്ലാസ്സിക് പോയി വൈറ്റ് ബോർഡ് എടുക്കാനുള്ള ഓപ്ഷനും എനിക്കിതിൽ കാണുന്നില്ല. സോ അതുകൊണ്ടൊന്ന് ബെയർ ചെയ്യാൻ ഞാൻ ഇൻഷാല്ല നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നേ എന്താന്ന് സോർട്ട് ഔട്ട് ചെയ്യാം കേട്ടോ. റൈറ്റിംഗ് ബോൾഡ് ആക്കാൻ പറയുന്നത് അതിനൊരു ഓപ്ഷൻ കാണുന്നില്ല. ഓക്കെ. അപ്പൊ ഈ അസ്മാഉൽ ഹംസയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ബൈത്തുൻ, ബൈത്തൻ, ബൈത്തിൻ എന്ന് അല്ലെങ്കിൽ സാധാരണ രീതിക്ക് കാണുന്ന ഇസ്മ മുദാഫായിട്ട് വരുമ്പോ നമ്മളിപ്പോ പറഞ്ഞ രീതിക്കല്ല. ഈ 5 ഇനി പറയാൻ പോകുന്ന 5 ഇസ്മ അല്ലെങ്കിൽ അസ്മ എന്ന് പറയുന്ന 5 അതൊരു പ്രത്യേക രീതിക്കാ. അതിന്റെ എൻഡിങ് എന്ന് പറയുന്നത് ഊന്നും അല്ലെങ്കിൽ അതായത് ദമ്മേന്നും ഫത്ഹെന്നും കെസ്റെന്നും അല്ല. പകരം മുദാഫായിട്ട് അത് വരുമ്പോ മർഫൂയില് അത് വാവായിട്ടാണ് നമ്മൾ കാണുക. അതായത് ഊ എന്ന് കാണും. മൻസൂബ് വരുമ്പോ അലിഫായിട്ടാണ് എന്ത് ചെയ്യുക, ഇത് യായായിട്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യും. ഓക്കെ, അതാണ് പ്രത്യേകത. അത് ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. 5 നാമങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ലിസ്റ്റ് എഴുതി വെച്ചോളൂ. നമ്മളിതിൽ ഞാൻ പറഞ്ഞു 2 എണ്ണം മാത്രമാണ് നമ്മൾ പഠിക്കുക. അബുൻ, പരിചയമുള്ളതല്ലേ? അഹുൻ, ഹമുൻ, ഫമുൻ. ഓക്കെ, പിന്നുള്ളത് ദു എന്ന് പറയുന്നതാണ്. ദു. ഓക്കെ, ഈ 5 എണ്ണമാണ്. ഇതിൽ അബുൻ, അഹുൻ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ഇല്ലേ?
അബുൻ ഫാദർ പിതാവ്, അഹുൻ ബ്രദർ സഹോദരൻ. ഹമുൻ എന്ന് പറയുന്നത് ഫാദർ ഇൻ ലോ ആണ്. ഓക്കെ, ഭാര്യ പിതാവ് ഹമുൻ. ഫെമുൻ എന്ന് പറയുന്നത് അത് പരിചയം ഉണ്ടാവും, വായയാണ് ഫെമുൻ. ഓക്കെ, ദു എന്നുള്ളത് പൊസെസർ ഓഫ് അല്ലെങ്കിൽ ഉടമസ്ഥൻ എന്നുള്ള മീനിങ്ങിലാണ് ദു വരുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞത് ഇത് മുദാഫായിട്ട് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ സാധാരണ രീതിക്ക് എന്തായിരിക്കും നിങ്ങൾ എഴുതുക? അബു എന്നുള്ളതല്ലേ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ബൈത്തുൻ ബൈത്തു ആകുന്ന പോലെ അബുൻ അബു ആകുക എന്നുള്ളതാണ്, ഇല്ലേ? പക്ഷെ ഇത് അസ്മാഉൽ ഖംസ ആയതുകൊണ്ട് അതിന്റെ എൻഡിങ് മർഫൂയില് അബു എന്നാണ് വരിക, മൻസൂബില് അബ എന്നും, മജ്റൂറില് അബി എന്നും. അപ്പൊ നമ്മൾ അവന്റെ ഉപ്പ അല്ലെങ്കിൽ ഹിസ് ഫാദർ എന്ന് പറയണമെങ്കിൽ അബൂഹു എന്നാണ് പറയുന്നത്, അബുഹു അല്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അഹുൻ എങ്ങനെ വരും? അഹുൻ എങ്ങനെയാണ് വരിക? യെസ്, അഹു, അഖ ആൻഡ് അഖി. ഓക്കെ, ഹമുൻ ആണെങ്കിൽ ഹമു, ഹമ, ഹമി. ഇനി ഫെമുൻ എന്ന വാക്ക് മുദാഫ് അല്ലാതെ കാണുമ്പോഴാണ് ഫെമുൻ എന്ന് പറയുക നമ്മൾ. ഓക്കെ, അത് മുദാഫായിട്ട് വരുമ്പോൾ ഉള്ള പ്രത്യേകത ആ വാക്കിന്റെ തന്നെ പ്രത്യേകതയാണ് ആ മീമ് നഷ്ടപ്പെടും അതിന്. എന്നിട്ട് ഫൂ എന്നായിരിക്കും നമ്മൾ പറയാ, ഫൂ, ഫ, ഫി. ഓക്കെ, ആൻഡ് ഈ ദു എന്ന് പറയുന്നത് അത് എപ്പോഴും മുദാഫായിട്ടേ കാണുള്ളൂ, അത് മുദാഫ് അല്ലാതെ നമ്മൾ കാണില്ല. ഓക്കെ, അതായത് ഈ അബുൻ, അഹുൻ, ഹമുൻ, ഫെമുൻ മുദാഫ് അല്ലാത്ത അവസ്ഥയിൽ നമുക്ക് കാണാം, അല്ലേ? അബുൻ, അഹുൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, മുദാഫ് അല്ലാതെ നമ്മൾ കാണും. ഫെമുനും ഹമുനും അങ്ങനെ തന്നെയാണ്. പക്ഷെ ദു എന്നുള്ളത് ഒറ്റയ്ക്ക് ഒരു വാക്കായിട്ട് സാധാരണ ഇസ്മായിട്ട് നമ്മൾ കാണില്ല. അത് ദു എപ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതെപ്പോഴും മുദാഫായിരിക്കും. മുദാഫ് അല്ലാത്ത ഒരവസ്ഥ ദുവിനില്ല. ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. ദു നമ്മൾ ബുക്ക് 2 പഠിക്കുള്ളൂ. ദു, ദി. ഓക്കെ, ഇതാണ് അസ്മാഉൽ ഖംസ. ക്ലിയർ ആണോ? അസ്മാഉൽ ഖംസ റിപ്പീറ്റ് ചെയ്യണോ? ഈ 5 വാക്കുകൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അബുൻ, അഹുൻ, ഹമുൻ, ഫെമുൻ, ദു. ഇതിന്റെ പ്രത്യേകത എന്താണ്? സാധാരണ രീതിക്ക് നമ്മൾ ഒരു ഇസ്മ മുദാഫ് ആകുമ്പോൾ ഫത്ഹ, കെസ്ര, ദമ്മ എന്നുള്ള രീതിക്കാണ് നമ്മൾ ഹറക്കത്ത് അവസാനിക്കുക, അതായത് തൻവീൻ കളഞ്ഞ് അത് നിൽക്കുന്നു. പക്ഷെ ഈ 5 ഇസ്മ വരുമ്പോൾ ഹറക്ക മാറി അതിന് പകരം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹറക്കയ്ക്ക് അനുയോജ്യമായ അവിടെ ആ മദ്ദക്ഷരം കൊടുക്കുക എന്നുള്ളതാണ്. ദമ്മയ്ക്ക് വാവ്, ഫത്ഹയ്ക്ക് അലിഫ്, കെസ്രയ്ക്ക് യ ആയിട്ട് മാറും. അപ്പൊ അബു, അബുൻ ആണെങ്കിൽ അബു, അബുൻ, അഹുൻ ആണെങ്കിൽ അഹു, ഹമുൻ ആണെങ്കിൽ ഹമു, ഫമുൻ ആണെങ്കിൽ മീൻ മാറിയിട്ട് ഫൂ എന്നുള്ള രീതിക്കാണ് നമ്മൾ കാണുക. ഫയുടെ ഹറക്കയും മാറുന്നുണ്ട്. പിന്നെ ദു. ഇനി അത് മൻസൂബില് അബ, അഖോ, ഹമ, ഫ, ദ. മജ്റൂറില് അബി, അഖി, ഹമി, ഫി, ദി. ഇതിനിപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ അബുനും അഖുനും മാത്രമാണ് ഈ ബുക്കിൽ, ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ,
ഹിസ് ഫാദർ, അല്ലെങ്കിൽ സോറി ഹിസ് ബ്രദർ, അവന്റെ സഹോദരൻ എങ്ങനെ എഴുതും? അവന്റെ സഹോദരൻ എന്നുള്ളത് എങ്ങനെ എഴുതും? അഹൂഹു. ഓക്കെ, അല്ലാതെ അഹു ഹു എന്നല്ല, അഹൂഹു. ക്ലിയർ അല്ലേ? അസ്മാഉൽ ഖംസ. അസ്മാഉൽ ഖംസ അത്ര തന്നെ ഉള്ളൂ. അടുത്തതിലേക്ക് പോകാം. അൽഹംദുലില്ലാ. അടുത്ത ടോപ്പിക് എടുക്കട്ടെ. ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഇല്ലല്ലോ? വാവിന് ശേഷം അലിഫ് ഇല്ല കേട്ടോ. വാവ് അബു എന്നുള്ളത് അങ്ങനെ തന്നെയാണ്. വാവിന് ശേഷം അലിഫില്ല. ഓക്കെ, അടുത്തത് ലീയും ഐന്ദയും. നിങ്ങൾക്ക് പരിചയമാണ്. ലീയും ഐന്ദയും എന്താണ് സംഭവം? എന്തൊക്കെയാണ്? ലീ എന്താണ്? ഐന്ദ എന്താണ്? ലീ എന്താണ്? ഐന്ദ എന്താണ്? യെസ്, ലീ എന്ന് പറയുന്നത് ഹർഫ് ജർ ആണ്. ഐന്ദ എന്ന് പറയുന്നത് ഗർഫാണ്. കറക്റ്റ് ആണ്, ഇസ്മാണ് അല്ലേ? ഇനി നമ്മൾ ലീയുടെ മീനിങ്ങും പഠിച്ചിരുന്നു, ഐന്ദയുടെ മീനിങ്ങും പഠിച്ചിരുന്നു ഇല്ലേ? ലീക്ക് ഫോർ, ബിലോങ്സ് ടു അല്ലേ എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ അർത്ഥം പറഞ്ഞിരുന്നു, ഇന്റേത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഐന്ദ കൂടെ എന്നുള്ള രീതിക്ക് നമ്മൾ പറഞ്ഞിരുന്നു. യെസ്, ലീക്ക് കുറെ മീനിങ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ലീയും ഐന്ദയും രണ്ടും, ഇതിന് രണ്ടും കോമൺ ആയിട്ടൊരു മീനിങ് വരുന്നുണ്ട്. അതായത് ലീക്കും ഐന്ദയ്ക്കും ഒരേ മീനിങ് അർത്ഥം വരുന്ന ഒരർത്ഥം വരുന്നുണ്ട്. അതായത് ഹാസ് ഓർ ഹാവ്, അല്ലെങ്കിൽ ഉണ്ട്. എനിക്കൊരു സഹോദരനുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ ലീയും ഐന്ദയും ഉപയോഗിക്കാം. ഓക്കെ, അതായത് ആ ഹാസ് ഓർ ഹാവ് എന്നുള്ള രീതിക്ക് നമുക്ക് ലീയും ഐന്ദയും രണ്ടും ഉപയോഗിക്കാം. രണ്ട് മീനിങ്, ഐന്ദയ്ക്കും ആ അർത്ഥമുണ്ട്, ലീക്കും ആ അർത്ഥമുണ്ട്. പക്ഷെ എപ്പോ ഇന്ദ ഉപയോഗിക്കണം, എപ്പോ ലീ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ലീക്ക് അല്ലാതെയും മീനിങ് ഉണ്ട്, ഫോർ, ബിലോങ്സ് ടു, ഇതൊക്കെ ഉണ്ട്. ഇന്ദയ്ക്കും വിത്ത് എന്നൊക്കെ ഉള്ള മീനിങ് വരുന്നുണ്ട്. പക്ഷെ ഹാസ് ഓർ ഹാവ്, ഉണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് പറയണമെങ്കിൽ ഇത് രണ്ടും ഉപയോഗിക്കാം. പക്ഷെ അതിന് ചെറിയൊരു കണ്ടീഷൻ പോലെയൊക്കെ ഉണ്ട്. ഓക്കെ, അതായത് ലീ ഉപയോഗിക്കേണ്ടടുത്ത് ലീ ഉപയോഗിക്കണം, ഐന്ദ ഉപയോഗിക്കേണ്ടടുത്ത് ഐന്ദ ഉപയോഗിക്കണം. എന്താണ് ലീയുടെയും ഐന്ദയുടെയും വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ലീ എന്ന് പറയുന്നത് നമ്മൾ ജനറലി കേട്ടോ, അറബിയിൽ എപ്പോഴും എക്സെപ്ഷൻസ് ഉണ്ടാവാറുണ്ട്. മോസ്റ്റ്ലി നമ്മൾ കാണുന്ന രീതിയാണ് ഇപ്പൊ പറയുന്നത്. ലീ എന്ന് പറയുന്നത് റിലേഷൻഷിപ്സിനാണ് ഉപയോഗിക്കുക. റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ബന്ധങ്ങൾ. സോറി കേട്ടോ, അത് എഴുതുമ്പോൾ ക്ലിയർ ആവുന്നില്ല. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ എനിക്ക് ഒരു സഹോദരനുണ്ട്, അല്ലെങ്കിൽ ഐ ഹാവ് എ സിസ്റ്റർ എന്നൊക്കെ പറയണമെങ്കിൽ ഞാൻ
അപ്പൊ ഏതായിരിക്കും ഉപയോഗിക്കുക? ലീ ആണോ ഇന്തയാണോ? ലീ. ഐ ഹാവ് എ ബ്രദർ എന്ന് പറയുമ്പോൾ ലീ അഹുൻ, എനിക്കൊരു സഹോദരനുണ്ട്. ലീ അഹുൻ. അതിന് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ലെസണിൽ പഠിക്കും ഇൻഷാ അല്ലാ. ജസ്റ്റ് ഈ ഒരു നിയമം മാത്രം പഠിച്ചു വെക്കുക. അപ്പൊ റിലേഷൻഷിപ്സ് വരുമ്പോൾ നമ്മൾ ലീ ആണ് ഉപയോഗിക്കുക, ഇന്തയല്ല. അപ്പൊ എനിക്കൊരു സഹോദരി ഉണ്ട്, എനിക്കൊരു ഉപ്പ ഉണ്ട്, എനിക്കൊരു ഉമ്മ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ അപ്പോഴൊക്കെ നമ്മൾ ലീ ആയിരിക്കും ഉപയോഗിക്കുക, ഇന്തയല്ല. അതേപോലെ തന്നെ ബോഡി പാർട്സ്, ശരീരഭാഗങ്ങൾ. എനിക്ക് കൈയുണ്ട്, മൂക്കുണ്ട്, കാലുണ്ട് എന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ അതിനും നമ്മൾ ലീ ആയിരിക്കും ഉപയോഗിക്കുക, ഇന്തയല്ല. ക്ലിയർ ആണോ? റിലേഷൻഷിപ്സും ബോഡി പാർട്സും, ബന്ധങ്ങളും ശരീരഭാഗങ്ങളും നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ലീ ആണ് ഉപയോഗിക്കുക. അപ്പൊ ഇന്ത എവിടെയാണ് ഉപയോഗിക്കുക? ഇന്ത നമുക്ക് ഒരു ഒരു വസ്തുവിനെ നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ, പൊസസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതായത് യൂസ് ടു എക്സ്പ്രസ് പൊസഷൻ ഓഫ് തിങ്സ്. ഒരു വസ്തുവിനെ നമ്മൾ ഉടമസ്ഥതയിൽ വെക്കുന്നു എന്നുള്ള രീതിക്ക് പറയാണ്. ഇപ്പൊ എനിക്കൊരു കാറുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ബാഗുണ്ട്, എനിക്കൊരു വീടുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കുക? അവിടെ ലീ അല്ല ഉപയോഗിക്കുക. ക്ലിയർ ആണോ? യെസ്. ഇപ്പൊ ഐ ഹാവ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടെന്ന് പറയുമ്പോൾ ലീ സയ്യാറത്തുൻ എന്നല്ല, ഐന്ദി സയ്യാറത്തുൻ. ഐ ഹാവ് അല്ലെങ്കിൽ എനിക്കുണ്ട് എന്നുള്ളത് ലീ എന്നാണ് പറയുന്നത് എന്ന് ക്ലിയർ അല്ലേ? ലീ അല്ലെങ്കിൽ ഐന്ദി. യാ എന്താണ്? ഈ യാ എന്താണ്? ضمീറാണ്. യെസ്, യാ മുതക്കല്ലിം. യെസ്, കറക്റ്റ് ആണ്, അൽഹംദുലില്ലാ. അപ്പോൾ ഐ ഹാവ് എ കാർ അല്ലെങ്കിൽ എനിക്ക് ഒരു കാറുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ദി സയ്യാറത്തുൻ എന്നാണോ ലീ സയ്യാറത്തുൻ എന്നാണോ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഏതാണ് ഉപയോഗിക്കുക? ഏതാ ഉപയോഗിക്കുക? ബോർഡിൽ വേറെ ആരും ഒന്നും എഴുതല്ലേ പ്ലീസ്. ഹിന്ദിയാണ്. ഡിഫറൻസ് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അൽഹംദുലില്ലാ. നമ്മൾ റിലേഷൻഷിപ്സ് ഒക്കെ പറഞ്ഞ കേസിൽ അല്ലെങ്കിൽ ഇപ്പോൾ ബോഡി പാർട്സ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ലീയുടെ കേസ് പറഞ്ഞപ്പോൾ ഇല്ലേ, നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇൻസെപ്പറബിൾ ആണത്. റിലേഷന്റെ കാര്യമാണെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യമല്ല. അതേപോലെ ബോഡി പാർട്സ് ആണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ? അതേസമയം നമുക്കൊരു വസ്തു നമ്മുടെ ഉടമസ്ഥതയിലുള്ളതെന്ന് പറയുന്നത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്ന കാര്യമാണ് അല്ലേ? നമ്മളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാവുന്ന കാര്യമാണ് അല്ലേ? ആ രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ അവയവങ്ങൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇൻസെപ്പറബിൾ ആണ്. അതേപോലെ തന്നെ റിലേഷൻഷിപ്സും അത് തന്നെയാണ്, ബന്ധങ്ങൾ. ഞാൻ ആ ഒരു പോയിന്റ് എടുത്തു പറയാനുള്ള കാരണം, നമ്മൾ ലീ ഉപയോഗിക്കുന്ന വേറൊരു സ്ഥലവും കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ എനിക്ക് ഒരു വസ്തു പൊസസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറഞ്ഞു, ഏത് ഇന്ദി ഉപയോഗിക്കും അല്ലെങ്കിൽ ഇന്ത ഉപയോഗിക്കും എന്നുള്ളത്. ഇനി ഒരു വസ്തുവിനെ പൊസസ് ചെയ്യുന്നു, ഒരു വസ്തു ഉണ്ട് എന്നുള്ളത് പറയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാറിന് ടയർ ഉണ്ട്, അല്ലെങ്കിൽ വീടിന് വാതിലുകളുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പോ വീടിന് വാതിലുകളുണ്ട്,
അപ്പൊ എന്തായിരിക്കും നമ്മൾ ഉപയോഗിക്കുക? ലി ആണോ ഇന്ദയാണോ? വീടും വാതിലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? ലീ ആണ്. ഓക്കെ, ആ കേസിൽ നമ്മൾ സാധാരണ രീതിക്ക് മനസ്സിലാക്കിയത് എന്താണ്? വസ്തു ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിൽ വരിക ഇന്ദയാണ്. പക്ഷെ അവിടെ വസ്തുവിനെ ഉടമസ്ഥതയിൽ പെടുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ലീ ആയിരിക്കും അവിടെ ഉപയോഗിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അൽ ബൈത്തു ലഹു ബാബുൻ. ഇവിടെ ഇൻദഹു ബാബുൻ എന്നല്ല ഞാൻ എഴുതിയേക്കുന്നത്, ലഹു ബാബുൻ എന്നാണ്. അൽ ബൈത്തു ലഹു ബാബുൻ. ഇത് എന്ത് ജുംലയാണ്? എന്ത് ജുംലയാണ്? ഇസ്മിയാണ്. ഓക്കെ, ഇവിടുത്തെ മുബത്തദ എന്താണ്, ഖബർ എന്താണെന്നൊന്ന് പറഞ്ഞേ. മുബത്തദ എന്താണ്? മുബത്തദ ഏതാണ്? അൽ ബൈത്തു. ഓക്കെ, ഖബറോ? ലഹു ആണ് ഖബർ. എന്ത് ഖബർ? യെസ്, ലഹു മാത്രമല്ല ഖബർ, ലഹു ബാബുൻ ജുംല ഇസ്മിയ ഖബറാണ് അല്ലേ? ലഹു മാത്രമായിട്ട് ഖബറായിട്ട് വരുമോ? അപ്പൊ ബാബുൻ ഒറ്റപ്പെട്ടിരിക്കുകയല്ലേ? നമ്മൾ പഠിച്ചതാണ്. ഇത് എല്ലാവർക്കും ജുംല ഖബറാണെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലഹു ബാബുനെ നമുക്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ലഹു ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ മുഖദ്ദം ബാബുൻ മുബ്തദ മുഅഖർ. ഓക്കെ, ദ ഹൗസ് ഇറ്റ് ഹാസ് എ ഡോർ. ക്ലിയർ ആണോ? പ്രസ്തുത വീട് അതിനൊരു വാതിലുണ്ട്. ഇവിടെ വീടും വാതിലും, വീടിന്റെ വാതിൽ എന്നുള്ള രീതിക്ക് നമ്മൾ പറയാണ്. അപ്പോൾ അവിടെ നമ്മൾ ലീ ആണ് ഉപയോഗിക്കുക, ഇന്ദല്ല. ഇന്ദഹു ബാബുൻ എന്നല്ല. ക്ലിയർ ആണോ? ലീ, ഇന്ദ, ക്ലിയർ ആണോ? ബാക്കി ജുംല ഞാൻ പറഞ്ഞത്, ഒന്ന് ലീ അഖുൻ, പിന്നൊന്ന് ലീ അൻഫുൻ, പിന്നെ ഇപ്പോൾ ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ പെൻ എന്നൊക്കെ പറയണമെങ്കിൽ ബോർഡിൽ എഴുതാൻ പറ്റുന്നില്ല. ഇന്ദി കൊലമുൻ എന്നാണ്.
നോട്ട് ചെയ്തോളൂ, ബോർഡിൽ മാർക്ക് ചെയ്തിട്ട് വരുന്നില്ല. ഇന്ദി കൊലമുൻ. ക്ലിയർ ആണോ ലീ ആൻഡ് ഇന്ദ? നിങ്ങൾ വേറെ ആരും എഴുതല്ലേ പ്ലീസ് ബോർഡിൽ. ഇന്ദ ആൻഡ് ലീ ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, അൽഹംദുലില്ലാ. അടുത്തതിലോട്ട് പോവാവേ. 2 കാര്യങ്ങളും കൂടെ ഉള്ളൂ. ഓക്കെ, ഞാൻ വൈറ്റ് ബോർഡ് ഒന്നുകൂടെ എടുക്കുകയാണ് കേട്ടോ, കാരണം എഴുതാൻ പറ്റുന്നില്ല അതിൽ. ഓക്കെ, അൽഹംദുലില്ലാ വരുന്നുണ്ട്. മംനു മിന സർഫ്, ഓർമ്മയുണ്ടോ മംനു മിന സർഫ് എന്താണെന്ന്? എന്തായിരുന്നു മംനു മിന സർഫ്? എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നത്? യെസ്, തൻവീൻ എടുക്കാത്ത നാമങ്ങൾ അല്ലേ? അതിൽ നമ്മൾ കുറെ കാറ്റഗറീസ് ഉണ്ട്, അതിൽ ഒരെണ്ണം നിങ്ങൾ പഠിച്ചു. ഏതായിരുന്നു? ഏതാണ് നിങ്ങൾ പഠിച്ചത്? അതെ, അഡ്ജക്റ്റീവ്സ് ഫഅലാനു ആയിട്ട് വരുന്ന ആ പാറ്റേൺ എടുക്കുന്ന കുറെ അഡ്ജക്റ്റീവ്സ് ആയിരുന്നു അല്ലേ? ജൗആനു, ആതുഷാനു, അദുബാനു എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതിലിനി കുറെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് മംനുവിന സർഫിന്റെ ചാപ്റ്ററിൽ തന്നെ പഠിക്കും. പക്ഷെ ഓരോന്ന് കുറേശ്ശെ ഓരോ ലെസണിൽ വരുന്നത് നമ്മൾ കവർ ചെയ്ത് പോവാണ്. അപ്പോൾ ഒരെണ്ണം അതുണ്ട്. അതേപോലെ നമ്മൾ സ്ത്രീകളുടെ പേരുകളുടെ കാര്യവും നിങ്ങൾക്ക് അറിയാം, തൻവീൻ എടുക്കില്ല, അതും ഒരു കാറ്റഗറി തന്നെയാണ്. വേറൊരു കാറ്റഗറിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തു പഠിക്കുന്ന ഒരു കാറ്റഗറി ഈ ലെസണിൽ വരുന്നത് പുരുഷനാമങ്ങൾ. ഓക്കെ, മാസ്കുലിൻ പ്രോപ്പർ നൗൺസ്, താമർബൂത്തയിൽ അവസാനിക്കുന്ന നാമങ്ങൾ. സാധാരണ രീതിക്ക് താമർബൂത്ത നമ്മൾ പഠിച്ചത് ആമിനത്തു എന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ നാമങ്ങളാണ് അല്ലേ? പക്ഷെ താമർബൂത്തയിൽ വരുന്ന പുരുഷനാമങ്ങളുമുണ്ട്, ആണുങ്ങളുടെ പേരുകൾ. അപ്പോൾ അങ്ങനെ ആണുങ്ങളുടെ പേര് അല്ലെങ്കിൽ പുരുഷന്മാരുടെ നാമം താമർബൂത്തയിൽ അവസാനിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ മുഹമ്മദുൻ എന്ന് കൊടുക്കുന്ന പോലെ തൻവീൻ കൊടുക്കില്ല. ഓക്കെ, അതാണ് ഒരു കാറ്റഗറി. അപ്പോൾ ഹംസത്തു എന്നാണ്, ഹംസത്തു അല്ലെങ്കിൽ ത്വൽഹത്തു. ഓക്കെ,
ഉസാമത്തു. യെസ്, ഉസാമത്തുൻ അല്ല ഉസാമത്തു ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മംനൂ മിന സർഫാണ്. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ ഇതാണ്, പുരുഷനാമങ്ങൾ താമർബൂത്തയിൽ അവസാനിക്കുന്നത് കൊണ്ട്. മാസ്കുലിൻ പ്രോപ്പർ നൗൺസ് എൻഡിങ് ഇൻ താമർബൂത്ത. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം. അത് ഈ ലെസണിൽ ഈ പേരുകൾ വരുന്നുണ്ട്. ക്ലിയർ ആണോ? ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണേ. ഇത് ക്ലിയർ അല്ലേ? താമർബൂത്ത വരുന്ന നെയിംസ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ജുംല, അതിൽ ജുംല ഇസ്മിയാണ്. ഇതൊക്കെ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ചെറിയ രീതിക്ക് ഈ ലെസണിൽ വരുന്നതുകൊണ്ടിട്ടാണ് ഇത് നമ്മളിപ്പോൾ ടച്ച് ചെയ്യുന്നത്. ഒരു ജുംല ഇസ്മിയനെ നെഗേറ്റ് ചെയ്യുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട് എന്ന് നമ്മൾ സാധാരണ രീതിക്ക് പറയുന്നത് നിങ്ങൾക്കറിയാം. ഇന്ദി സയ്യാറത്തുൻ എന്നാണ് പറയുന്നത്. ഇനി അത് നെഗേറ്റ് ചെയ്യുക, അതായത് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയണം. ഐ ഡു നോട്ട് ഹാവ് എ കാർ, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ കാർ, എനിക്കൊരു കാർ ഇല്ല. അല്ലെങ്കിൽ എനിക്കൊരു പേനയുണ്ട്, എനിക്കൊരു പേന ഇല്ല, ഐ ഡോണ്ട് ഹാവ് എ പെൻ എന്ന് നെഗേറ്റ് ചെയ്തിട്ട് ആ ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ നിഷേധിക്കുന്ന ഒരു ഇത് ഇല്ല എന്ന് സ്ഥാപിക്കുന്ന രീതിയിൽ നമുക്ക് പറയുന്നത് എങ്ങനെ എന്നാണ് നോക്കുന്നത്. അത് ഒരു ചെറിയ രീതിയിൽ മാത്രമാണ് നമ്മളിവിടെ ടച്ച് ചെയ്യുന്ന. നെഗേഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഇത് മാത്രം കവർ ചെയ്യണേ. അപ്പൊ ഇന്ദി കൊലമുൻ എന്ന് വെച്ചാൽ എന്താണ്? ഐ ഹാവ് എ പെൻ. എനിക്കൊരു പേനയുണ്ട്. ഓക്കെ, ഇനി ഐ ഡു നോട്ട് ഹാവ് എ പെൻ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ പെൻ. എനിക്കൊരു പേന ഇല്ല എന്ന് പറയുന്നതിന് അവിടെ നമ്മളൊരു ഹർഫ് ഉപയോഗിച്ചിട്ടാണ്. ആ ഹർഫുൻ നഫി എന്ന് പറയും. നഫി എന്ന് പറയുന്നത് നിഷേധിക്കുക അല്ലെങ്കിൽ നെഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവേ. നഫി, ഹർഫുൻ നഫി. ഓക്കെ, ആൻഡ് ആ ഹർഫ് നഫി മായാണ്. അപ്പൊ നിങ്ങൾ പല രീതിക്കുള്ള മായാണ് കാണുന്നത്. അപ്പൊ മാ ഇങ്ങനെയും വരാം. ഓക്കെ, അപ്പൊ ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ജുംലയുടെ മുന്നിൽ മാ ഇട്ട് കൊടുത്താൽ മാത്രം മതി, അത് നെഗേറ്റ് ആയി, ഇല്ല എന്നുള്ളത് വരും. മാ ഇന്ദി കൊലമുൻ. ക്ലിയർ ആണോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങനെയുള്ളൊരു ജുംല, ഇങ്ങനെ വരുന്നൊരു ജുംല, ഈ ഫോമാറ്റിൽ വരുന്നൊരു ജുംല, ഖബർ മുഖദ്ദം, നിങ്ങൾ കണ്ടാലും മനസ്സിലാവും. ഖബർ മുഖദ്ദം മുബ്തദ മുഅഖർ അല്ലേ ആ ജുംല? തിരിച്ചല്ലേ വരുന്നത്, തലതിരിഞ്ഞ് വരുന്ന ജുംല. ആ ജുംലയുടെ കേസാണ് നമ്മളിപ്പോൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ വരുമ്പോൾ ഉള്ളതൊക്കെ നമ്മളിനി പിന്നീട് പഠിക്കും ഇൻഷാ അല്ലാഹ്. ബുക്ക് 2 നമുക്ക് എടുക്കാം. അപ്പൊ ഈ ബുക്കിൽ വരുന്ന ജുംലയൊക്കെ ഇങ്ങനെയായിരിക്കും നിങ്ങൾ കാണുന്നത്. കൂടുതലും എനിക്ക് ഇല്ല, എനിക്ക് ഉണ്ട്, ഇല്ല, ആ രീതിക്ക് വരുന്ന ജുംല ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒക്കെ നമ്മൾ എഴുതുമ്പോൾ ഈ രീതിക്കായിരിക്കും എഴുതുക. മുഖദ്ദമായിട്ടാണ് നമ്മൾ എഴുതുക. ക്ലിയർ ആണോ?
നെഗേഷൻ ക്ലിയർ ആണോ ജുംല? ഏതെങ്കിലും പോർഷൻസ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയണേ. ഇത്രയേ ഉള്ളൂ. ഇന്ന് നമുക്ക് പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ലെസൺ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഒന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണേ, ക്ലിയർ ആണോ എന്നുള്ളത്. ഇതുവരെ പറഞ്ഞിട്ടുള്ളതെല്ലാം ക്ലിയർ ആണോ? അൽഹംദുലില്ലാ. ആർക്കൊന്ന് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ? ഓക്കെ, അനലൈസ് ചെയ്യാം. ഓക്കെ, വൈറ്റ് ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? വീണ്ടും എനിക്ക് ബോർഡിൽ എഴുതാൻ പറ്റാതെ വരുന്നുണ്ട് കേട്ടോ. കൊലമുനാണ് ഇത് വേർഡ്. ഓക്കെ, ഇന്ദി കൊലമുൻ എന്നുള്ള ജുംല നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. ഇന്ദി എന്താണ്? മാ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ദി എന്താണ്? ഇന്ദ ദർഫാണ്. യാ മുത്തക്കല്ലിം മുദാഫ് ഇലൈഹിയാണ്. ഇന്ദി എന്താണ്? ഇന്ദി എന്താണ്? ഖബർ മുഖദ്ദം എന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല. എന്താണ്? എന്ത് ഖബർ? അങ്ങനെയാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ക്ലിയർ ആയിട്ട് എന്താണ് ആ ഇന്ദി? ഡീറ്റെയിൽഡ് ആയിട്ട് പറയൂ. എന്ത് ഖബറാണ്? ഖബറിന്റെ ടൈപ്പ് എല്ലാം നമ്മൾ പഠിച്ചതല്ലേ? പിന്നെ നിങ്ങൾ ക്ലിയർ ആയിട്ട് അത് എന്ത് ഖബറാന്ന് പറയണം. സർഫ് മുദാഫിലേഹി എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അത് ഖബറായോ? സർഫ് മുദാഫിലേഹി ഖബർ മുഖദ്ദം എന്നാണോ പറയേണ്ടത്? അങ്ങനെ ഒരു ഖബർ ഉണ്ടോ? എന്ത് ഖബറാണത്? സർഫ് മുദാഫിലേഹി വരുമ്പോൾ എന്ത് ഖബറാണത്? ഷിബു ജുംല അത് പറയണ്ടേ? സർഫ് മുദാഫിലേഹി ഷിബു ജുംല ഖബർ മുഖദ്ദം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഓക്കെ, പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. ഖബർ മുഖദ്ദമാണ്, സർഫ് മുദാഫിലേഹി ആണ്, ഇതെല്ലാം കറക്റ്റ് ആണ്. പക്ഷെ നമുക്കറിയാം അത് സർഫ് മുദാഫിലേഹി ഷിബു ജുംല ഖബർ മുഖദ്ദമാണ്. ഖലമുനോ? മുബത്തദ മുഅഖർ. ആ ജുംലയിലോട്ട് മാ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാ എന്താണെന്ന് ഞാൻ പറഞ്ഞു. മാ എന്താണ്? ഹർഫുൻ നഫി. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മാ ഹർഫ് നഫി, ഇന്ദി സർഫ് മുദാഫ് ഇലൈഹി ഷിബു ജുംല ഖബർ മുഖദ്ദം, ഖലമുൻ മുബ്തദ മുഅഖർ. ക്ലിയർ ആണോ? ഞാൻ ഡൗട്ട്സ് വരെന്തോ വന്നിരുന്നു, ഒന്ന് നോക്കട്ടെ. How to differentiate harf jar fi and asmal hamza fi.
ഒരേപോലെ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കോണ്ടെക്സ്റ്റ് വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. അത് കോണ്ടെക്സ്റ്റിലൂടെ നമുക്ക് മനസ്സിലാവും. പിന്നെ ആ ഒരു കോണ്ടെക്സ്റ്റേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാവും. ഹർഫ് ജർ ഉപയോഗിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് നമുക്കറിയാലോ. ആ രീതിക്ക് ആണെങ്കിൽ നമ്മൾ ഹർഫ് ജർ ആയിട്ട് പറയും. അല്ലെങ്കിൽ ബോഡി പാർട്സ് എന്നുള്ള രീതി പറയുകയാണെങ്കിൽ ആ രീതിക്കായിരിക്കും വരുന്നത്. ആ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അത് ഹർഫ് ജർ ആണോ അസ്മാഉൽ ഖംസ ആണോ എന്നുള്ളത്. ഓക്കെ. പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫിൽ ബൈറ്റി എന്നുള്ള രീതിക്ക് വരുമ്പോൾ അതെന്തായാലും എന്താണ് അസ്മാഉൽ ഖംസയിൽ വരുന്ന അല്ലെങ്കിൽ വായ ആണെന്ന് നമുക്ക് വായ അല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? അല്ലേ? എളുപ്പമായിരിക്കും തിരിച്ചറിയാൻ, കാരണം ഇതിന്റെ മീനിങ് മൗത്ത് അല്ലേ. ഓക്കെ, സ്ട്രഗിൾ ഉണ്ടാവില്ല ഇൻഷാ അല്ലാ. ഇതുവരെ കവർ ചെയ്തിട്ടുള്ളത് പറഞ്ഞതെല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണോ എല്ലാവരും? ഇന്ന് കവർ ചെയ്തത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലെസണിലേക്ക് പോകാം. ലെസൺ കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാ ഒരു റിവിഷൻ നടത്താം കേട്ടോ, എല്ലാ കോൺസെപ്റ്റ്സും 5 to 10 ഇൻഷാ അല്ലാ. ഓക്കെ, ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്ത പോലെ 1 to 4 ചെയ്ത പോലെ ഇൻഷാ അല്ലാ. ഈ ലെസണും കൂടെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ. ഓക്കെ, അൽഹംദുലില്ലാ. റെഡി അല്ലേ? ഇതുവരെ കവർ ചെയ്തിട്ടുള്ള എല്ലാം വരണം കേട്ടോ. കോൺസെപ്റ്റ്സ് നമ്മളെല്ലാം പഠിച്ചത് ഇനി ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ് ലെസണിൽ ഇൻഷാ അല്ലാ. ബിസ്മില്ലാ. ഹാമിദുൻ മൻ അൻത. മൻ എന്താണ്, അൻത എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ട് അറിയാം. മൻ ഇസ്മുൽ ഇസ്തിഫാം, അൻത എന്താണ്? അൻത എന്താണ്? ضمير മുൻഫസിൽ. ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ضمير മുൻഫസിലാണ്. യെസ്, ضمير മുൻഫസിലിന്റെ ഇതെന്താണ്? ഇറാബ് എന്താണ്? സ്റ്റേറ്റ് അവസ്ഥ എന്താണ്? മർഫു മൻസൂബ് മജ്റൂർ. മർഫു. ഓക്കെ. മൻ അൻത, ഹു ആർ യു, നീ ആരാണ്? മുഹമ്മദുൻ അന താലിബുൻ ബിൽ ജാമിഅത്തി. എന്ത് ജുംല? جملة اسمية. أنا مبتدأ، طالب خبر, بالجامعة എന്താണ്? ബിൽജാമിയത്തി എന്താണ്? മുത്തഅല്ലിഖ് ആണ്, മുത്തഅല്ലിഖ് ബിൽ ഖബറും ആണ്. പക്ഷെ ആ പേര് കംപ്ലീറ്റ് ചെയ്യണേ. ഷിബു ഖബറിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ മുത്തഅല്ലിഖ് വരുമ്പോഴും കറക്റ്റ് ആയിട്ട് എന്താണെന്ന് പറയാം. ഓക്കെ, ജാർ മജ്റൂർ. യെസ്, ജാർ വ മജ്റൂർ മുത്തഅല്ലിഖ് ബിൽ ഖബർ എന്ന് തന്നെ പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മീനിങ് എന്തായിരിക്കും ഇതിന്റെ?
ഇതിന്റെ മീനിങ് പറയൂ. ഐ എം എ സ്റ്റുഡൻറ് അറ്റ് ദ യൂണിവേഴ്സിറ്റി. ഓക്കെ, ഞാൻ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ആണ്. ജാമിയാത്തി എന്ന് പറയുന്നത് ജാമിയ യൂണിവേഴ്സിറ്റി ആണ്. യെസ്, ഐ എം എ സ്റ്റുഡൻറ് അറ്റ് ദ യൂണിവേഴ്സിറ്റി. ഹാമിദുൻ أنت طالب جديد. حرف الاستفهام. أنت ضمير منفصل. طالب جديد أنت construction. طالب جديد എന്താണ്? മൗസൂഫ് സിഫയാണ്. യെസ് യെസ്, കറക്റ്റ് ആണ്. Are you a new student? നീ അല്ലെങ്കിൽ താങ്കൾ ഒരു പുതിയ വിദ്യാർത്ഥിയാണോ എന്ന് ചോദിക്കുകയാണ്. മുഹമ്മദുൻ നഅം അന ത്വാലിബുൻ ജദീദുൻ. നഅം, നഅം എന്താണ്? حرف الجواب. yes. أنا طالب جديد. أنا مبتدأ، طالب خبر، وموصوف جديد صفة. I am a new student. yes, I am a new student. അതെ, ഞാൻ പുതിയ വിദ്യാർത്ഥി ആണ്. ക്ലിയർ? حامد من أين أنت؟ من حرف جر. أين اسم الاستفهام. أنت ضمير منفصل. From where are you? നീ എവിടെ നിന്നാണ്? മുഹമ്മദുൻ أنا من الهند. أنا مبتدأ، من الهندي جار مجرور شبه جملة خبر. ഇതിനെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ അന മുബത്തദ മിൻ ഹർഫ് ജർ അൽ ഹിന്ദി ഇസ്മു മജ്റൂർ മിനൽ ഹിന്ദി ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ, ഇത്രയൊക്കെ പറയാട്ടോ. നിങ്ങൾക്ക് അത് അറിയാവുന്നതുകൊണ്ടിട്ടാണ് ഞാൻ ആ പോർഷൻ സ്കിപ്പ് ചെയ്തത്. ഐ എം ഫ്രം ഇന്ത്യ. ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. ഹാമിദുൻ മസ്മുക. മാ ഇസ്മുൽ ഇസ്തിഫാം. ഇസ്മുക എന്താണ്? ഇസ്മുക എന്താണ്? യെസ്, ഇദാഫ. മുദാഫ് മുദാഫ് ഇലൈഹി ആണ്. ഓക്കെ, വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ളതാണ് മസ്മുക. നിന്റെ പേരെന്താണ് അല്ലെങ്കിൽ താങ്കളുടെ പേരെന്താണ്? മുഹമ്മദുൻ ഇസ്മി മുഹമ്മദുൻ. ജുംല ഇസ്മിയ. ഇസ്മു മുബ്തദ വ മുദാഫ്. യാ മുതകല്ലിം മുദാഫ് ഇലൈഹി. മുഹമ്മദുൻ ഖബർ. മൈ നെയിം ഇസ് മുഹമ്മദ്. എൻ്റെ പേര് മുഹമ്മദ് അല്ലെങ്കിൽ എൻ്റെ പേര് മുഹമ്മദാണ്. ക്ലിയർ ആണോ ആ സെന്റൻസ് അനാലിസിസ്? ക്ലിയർ? ഹാമിദുൻ ومن هذا الفتى الذي معك. وحرف എന്താണ്? واو. حرف العطف ആണ്. യെസ്. من اسم الاستفهام. هذا اسم الإشارة. الفتى എന്താണ്? അൽഫത്ത എന്ന വാക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഈ ക്വസ്റ്റ്യനിൽ ആ വാക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് പറയാൻ പറ്റും. അൽഫത്ത എന്താണ്? അനാലിസിസ് വൈസ് എന്താണ്
ആ ഇസ്മ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റുന്നുണ്ട്? ഇസ്മു മക്സൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഇസ്മു മക്സൂർ ആണ്, കറക്റ്റ് ആണ്. അൽ ഫത ഇസ്മുൽ മക്സൂർ ആണ്. ഇസ്മു മക്സൂർ ആണ്. അലിഫ് മക്സൂറയിൽ അവസാനിക്കുന്ന ഇസ്മാണ്, കറക്റ്റ് ആണ്. ഈ ഈ ഒരു ജുംല അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസിൽ അൽ ഫത എന്താണ്? അൽ ഫത്തയുടെ റോൾ എന്താണ്? അനലൈസ് ചെയ്യുമ്പോൾ അൽ ഫത എന്താണ്? യെസ്, ഇസ്മുൽ ഇഷാറ അല്ല, മുഷാറിൻ ഇലൈഹി അല്ലേ? മുഷാറിൻ ഇലൈഹി. ഇസ്മുൽ ഇഷാറ ഹാദ അല്ലേ? യെസ്, മുഷാറുൻ ഇലൈഹി. ക്ലിയർ ആണോ? ഹാദൽ ഫത ഇസ്മുൽ ഇഷാറ കഴിഞ്ഞിട്ട് അല്ലി വെച്ച് വരുന്ന ഒരു ഇസ്മാണ്, മുഷാറിൻ ഇലൈഹി ആണ്. ആൻഡ് അത് ഇസ്മുൽ മക്സൂർ ആണ്. എന്താണ് ഇസ്മിന്റെ ഇറാബ് സ്റ്റേറ്റ് എന്താണ്? സ്റ്റേറ്റ് എന്താണ്? അവസ്ഥ എന്താണ്? മർഫു ആണോ, മൻസൂബ് ആണോ, മജ്റൂർ ആണോ? ഡസ് നോട്ട് ചേഞ്ച് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഡസ് നോട്ട് ചേഞ്ച് എന്താണ് ഉദ്ദേശിച്ചത്? ഒരു ഇസ്മിന് എന്തായാലും അവസ്ഥ ഉണ്ടാവില്ലേ? മജ്റൂർ എന്ന് പറഞ്ഞാല് എന്താണ് റീസൺ? മജ്റൂർ ആവാനുള്ള റീസൺ എന്താണ്? ഡസ് നോട്ട് ചേഞ്ച് എന്നുള്ളത് ഓക്കെ ആണ്, പക്ഷെ അതിന്റെ ആ സ്റ്റേറ്റ് എപ്പോഴും പറയുക. ഓക്കെ, നമ്മളിപ്പോ മബിനി ആണെങ്കിൽ പോലും അതിന്റെ അവസ്ഥ നമ്മൾ പറയില്ലേ? അതേപോലെ തന്നെ മക്സൂർ ആണെങ്കിലും, മക്സൂർ നമുക്കറിയാം കാഴ്ചയിൽ കാണുമ്പോൾ മൂന്നവസ്ഥയിലും ഒരേപോലെയാണ് ഇരിക്കുന്നത്, പക്ഷെ അതിനവസ്ഥ ഉണ്ടാവും അല്ലെ? മൂന്നവസ്ഥയിലും ഒരേപോലെ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മൂന്നവസ്ഥ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇവിടെ അൽഫത്തയുടെ സ്റ്റേറ്റ് എന്താണെന്നാണ് ചോദ്യം. മജ്റൂർ എന്ന് പറഞ്ഞവര് എന്തുകൊണ്ട് മജ്റൂർ എന്നുള്ളത് പറയാ. എന്തുകൊണ്ടാണ് അത് മജ്റൂർ ആയത്? ഒരു ഇസ്മ മജ്റൂർ ആവാനുള്ള റീസൺസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആ റീസൺസ് ഇവിടെ ഉണ്ടോ? ഹാദയ്ക്ക് മുന്നിൽ ഹർഫ് ജറോ മുദാഫോ, അത് മജ്റൂർ ആയിട്ടുള്ള ഒരു ഇസ്മിനെ ഡിപ്പെൻഡ് ചെയ്തോ എന്തെങ്കിലും രീതിയിൽ നമുക്കത് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇവിടെ അത് മർഫു ആണ്. ഓക്കെ, ഹാദൽ ഫത്ത, ഹാദ മർഫു ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം മുഷാറിനിലേഹി എന്താണ്? ആശ്രിത നാമമാണ് അല്ലേ? ഡിപ്പെൻഡന്റ് നൗൺ ആണ്. അതിന് മുന്നേ ഉള്ള ഇസ്മുൽ ഇഷാറനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ ഇറാബ് വരുന്നത്. അതുകൊണ്ട് തന്നെ അൽഫത്ത ഇവിടെ മർഫു ആണ്. ക്ലിയർ ആണോ? അല്ലദി എന്താണ്? അല്ലദി
هذا is marfu, so here al-fata is also marfu as it's a dependent noun. Yes, correct ആണ്. alhamdulillah. الذي ismu mawsul. Yes, ismu mawsul ആണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ismu mawsul correct ആണ്. അല്ലതി ഇനി എവിടെ കണ്ടാലും ഇസ്മു മൗസൂൽ. നമ്മളിപ്പോ ഹാദ എവിടെ കണ്ടാലും ഇസ്മുൽ ഇഷാറ എന്ന് പറയുന്ന പോലെ അല്ലതി ഇസ്മു മൗസൂൽ തന്നെയാണ്. അത് പക്ഷേ ഇവിടെ എന്താണ് റോൾ എന്നും കൂടെ പറയാ. ഖബർ ക്വസ്റ്റ്യൻ നമ്മൾ മുബ്തദ ഖബർ അനലൈസ് ചെയ്യുന്നില്ല കേട്ടോ. യെസ്, സിഫയാണ്. അൽ ഫത്തയുടെ സിഫ അല്ലേ? ഓക്കെ, ഫസ്റ്റ് മുബ്തദ ഖബർ നമ്മൾ ക്വസ്റ്റ്യനിൽ അനലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പോയിന്റ്. അതെപ്പോഴും നിങ്ങൾ ഓർത്തു വെക്കുക. സെക്കൻഡ്, എന്തായാലും ഇവിടെ ഖബർ അല്ല. ഇനി ഖബറിന്ന് നിങ്ങൾ അനലൈസ് ചെയ്താലും ഇറ്റ് ഇസ് നോട്ട് ഖബർ ഹിയർ. ഖബറായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അൽ ഫത്താനെ കുറിച്ചിട്ടല്ലേ നമ്മൾ പറയുന്നത്. അത് നമ്മൾ കവർ ചെയ്തതാണ് ഈ ലെസൺ. ഈ ബുക്കിൽ എവിടെ കണ്ടാലും അല്ലതി സിഫായിട്ടാണ് വരുന്നത് എന്നുള്ളതും. ഓക്കെ, ഖബർ എനിക്ക് തോന്നുന്നില്ല ഖബറായിട്ട് വരുന്ന ജുംല ഉണ്ട് എന്ന് ബുക്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ അല്ലതി ഇസ്മു മൗസൂൽ വ സിഫ. മാക്ക എന്താണ്? മാക്ക എന്താണ്? ഇദാഫയാണ്, ദർഫ് മുദാഫ് ഇലൈഹി ആണ്. യെസ്, അതൊക്കെ ഓക്കെ. ഇവിടെ എന്താണ്? മാക്ക എന്താണ്? മാക്കനെ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ ദർഫ് മുദാഫ് ഇലൈഹി എന്ന് തന്നെ പറയാം കേട്ടോ. ഇദാഫയാണ്, ബട്ട് ദർഫ് മുദാഫ് ഇലൈഹി എന്ന് തന്നെ പറയുന്നതാണ് നല്ലത്. മാക്ക അല്ലതിക്ക് ശേഷമാണ് വരുന്നത്, സിലത്തുൽ മൗസൂൽ അല്ലേ? അല്ലതി ഇസ്മു മൗസൂൽ ആണെങ്കിൽ മാക്ക സിലത്തുൽ മൗസൂൽ ആണ്. ഇസ്മു മൗസൂൽ എവിടെ വന്നാലും അതിനൊരു സില ഉണ്ടായിരിക്കും. ആ സിലയാണ് മാക്ക. ക്ലിയർ ആണോ? ഇപ്പൊ വ ഹർഫുൽ അതഫ്, മൻ ഇസ്മുൽ ഇസ്മുൽ ഇസ്തിഫ്ഹാം, ഹാദ ഇസ്മുൽ ഇഷാറ, അൽ ഫത മുഷാറിൻ ഇലൈഹി, അല്ലതി اسم موصول وصفة، معك صلة الموصول and معك ظرف مضاف إليه. And who is this? الفتى, young man. Okay, the one who is with you. താങ്കളുടെ കൂടെയുള്ള ഈ ചെറുപ്പക്കാരൻ ആരാണെന്ന് ചോദിക്കുകയാണ്. ക്ലിയർ? ക്ലിയർ അല്ലേ? നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാവേ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നെക്സ്റ്റ് വീക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതുവരെ ഉള്ളത് നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് വായോ ഇൻഷാ അല്ലാഹ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സോറി, ഇന്നത്തെ വൈറ്റ് ബോർഡ് ക്ലിയർ അല്ലാത്തതിന്. ഞാൻ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. ഈ ലെസൺ സംബന്ധമായിട്ടുള്ള ഡൗട്ട്സ് മാത്രമേ ചോദിക്കാവൂ കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഡൗട്ട്സ് ഇല്ല? ഓക്കെ, നിങ്ങൾക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് ഈ ലെസൺ, ആ ടെക്സ്റ്റ് പോർഷൻ നിങ്ങൾക്ക് തനിയെ ഒന്ന് അനലൈസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഓരോ സെന്റൻസ് എടുത്തിട്ട് നമ്മളെല്ലാം കവർ ചെയ്തതാണ്. ഇതിനകത്ത് പഠിക്കാത്തതായിട്ടൊന്നുമില്ല. നിങ്ങൾ ട്രൈ ചെയ്യുക. അടുത്ത ക്ലാസ്സിന് മുന്നേറ്റ് ട്രൈ ചെയ്തിട്ട് വായോ ഇൻഷാ അല്ലാഹ്. നമുക്ക് എന്തായാലും കവർ ചെയ്ത് അനലൈസ് ചെയ്ത് പോകാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇൻഷാ അല്ലാഹ് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ് ടു ഡേറ്റ് ആയിട്ടുള്ളവർ ബാക്കിൽ പോയിട്ട് ബാക്കി പഴയ പോർഷൻസ് റിവൈസ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഓക്കെ,
سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك ربنا تقبل منا إنك أنت السميع العليم جزاكم الله خيرا بارك الله فيكم السلام عليكم ورحمة الله وبركاته